വിജയകുമാർ കദം സാർ ഇവിടെ വന്നിട്ടുണ്ട്. സാറിനോട് പൂച്ചണ്ട്. സാർ, വിജയകുമാർ സാർ, പ്ലീസ് അക്സെപ്റ്റ് അവർ. വിജയകുമാർ കദം സാറിനെ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ ഞാൻ പ്രസിഡന്റ് സാറിനോട് അപേക്ഷിക്കുന്നത്. ഒരു മിനിറ്റ് വിളിക്കാം. അവിടെ ഇരിക്കാം. ഇനി അവസാനം പ്രോഗ്രാം 2 പ്രോഗ്രാം 3 പ്രോഗ്രാം. ലക്ഷ്മി എത്ര പ്രോഗ്രാം ഉണ്ട്? ഇനി 4 പ്രോഗ്രാം ഉണ്ട്. അതിനു മുമ്പിട്ട് സംഘടനയുടെ ആദരവൊന്നുമല്ല, സംഘടനയുള്ളവരാണ്. എനിക്ക് ഇങ്ങോട്ട് വരേണ്ട പപ്പേട്ട സന്തോഷ്. ഞാനിപ്പോൾ ആരോടൊന്നും പറഞ്ഞ നമ്മുടെ മെമ്പേഴ്സാണ്. എനിക്ക് അവരോടൊന്നും ആദരവൊന്നും കാണിക്കേണ്ട കാര്യമില്ല. രാധിക ടീച്ചർ, രാധിക പി നായർ. മനീഷ്. സതീഷ്. അവസാനം നമ്മുടെ മാവേലിയും വിളിക്കുക, ശ്രീജേഷിനും വിളിക്കുക കേട്ടോ. കൊടവേറിയില്ലാത്തൊരു മാവേലി. ഇവരെ പൂച്ചണ്ട് നൽകി നമ്മുടെ മാവേലിയെ ഒരുക്കിയത് രാധിക ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ ഈ 10 വർഷത്തെ പരിപാടിക്കും എല്ലാവരും ഒരുക്കാനും എല്ലാ കാര്യത്തിനും ഡാൻസിനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ 3 ആങ്കറിങ് ശ്രീകുട്ടി, അഖില, അവൾ അശ്വതി ഇവിടെ കാണില്ല. അശ്വതിക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അഖില ഇവിടെ ഉണ്ടോ? ഉണ്ടോ? വിപിൻ ഉണ്ടായിരുന്നു. വിപിൻ താഴെ പോയിരിക്കുകയാണ്. അശ്വതിയും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, ഇവരെ ഇന്നിവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ആദരിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ട്. കാരണം വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലം ഈ പ്രോഗ്രാം ഒരുക്കുന്നതിന് വേണ്ടി അധ്വാനം ചെയ്ത ഈ നമ്മുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് ഇവിടെ ആദരിക്കുകയാണ്. ചിത്ര ഡാൻസിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്താൽ ചിത്ര സ്റ്റേജിലോട്ട് വരുവേ. ഞാൻ ആദ്യം പപ്പേട്ടനെ വിളിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ
ഇതിൽ നിന്ന് ഞങ്ങളുടെ അനുമോദനം ഏറ്റുവാങ്ങാൻ പപ്പേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലൈൻ പാടി തരും. വേറെ കൂടുതലൊന്നും ചെയ്യത്തില്ല, ഒരു ലൈൻ. നമുക്ക് സമയമില്ലാതെ പപ്പേട്ടനും അറിയാം. ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലവേ വാ. ഇനി രാധിക ടീച്ചർ, കാരണം സന്തോഷം അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, സന്തോഷം എൻ്റെ സുഹൃത്താണ്, കുഴപ്പമില്ല. പപ്പ രാധിക ടീച്ചറെ ആദരിക്കാനായിട്ട് വേണുവരനോട് അഭ്യർത്ഥിക്കുന്നു. അല്ല, ടീച്ചർ വേണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ച് ഞാൻ ചെറിയൊരു മുദ്ര കളിക്കും. ഞാൻ നിർബന്ധിക്കുന്നില്ല, ടീച്ചർ ചെയ്താൽ ഓക്കെ. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരാളെ വിട്ടുകൊണ്ടെങ്കിൽ ലാൽ ടീച്ചർ നമ്മുടെ 2 വർഷം കൊണ്ട് നമ്മുടെ നായർ സമാജത്തിലെ കൈകൊട്ടിക്കളിയുടെ പ്രാക്ടീസ് 3ഓ 4ഓ ബാച്ച് ഉണ്ടെന്ന് പറയുന്നു. സരള ടീച്ചറും ലാൽ ടീച്ചറും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ കൂടെ വരിക. അത് ലാൽ ടീച്ചറാണ്, ക്ഷമിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അടുത്തത് സന്തോഷിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇന്ന് ആദരിക്കുന്ന പ്രസിഡന്റ് മാത്രമേ ആദരിക്കുന്നുള്ളൂ. ഇതെല്ലാം ഇതാണ്. വേണുവേട്ടൻ മുന്നോട്ട് വരിക, വേണുവേട്ടൻ തന്നെ ആദരിക്കണം എല്ലാവരും. കാരണം ഇത് അടുത്തത് സരള ചേച്ചിയും ലാൽ ടീച്ചറെയും ആദരിക്കാൻ വേണ്ടി ഞാൻ രാധിക ടീച്ചറെ തന്നെ വിളിക്കുന്നു. രാധിക ടീച്ചർ അവരെ 2 പേരുടെ നമ്മുടെ ബൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യും. അടുത്ത നമ്മുടെ മാവേലിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പേട്ടനോട് അപേക്ഷിക്കുകയാണ്, മാവേലി ഒന്ന് ആദരിച്ചിട്ട് വിടുക. ഇനി നമ്മുടെ ആങ്കറിങ് ചെയ്ത 4 പേരുണ്ട്. 2 സെഷനായിട്ടാണ് ചെയ്തത്, 3 സെഷനായിട്ടാണ് ചെയ്തത്. അതിന് മുമ്പത്തെ ചിത്രയുണ്ട്. ചിത്ര ഒത്തിരി നല്ല കോർഡിനേറ്റ്, നമ്മൾ മുഴുവൻ പരിപാടിയെല്ലാം നടത്തുമ്പോൾ നല്ല കോർഡിനേറ്റർ ചിത്ര മുന്നോട്ട് വരിക. ചിത്രയെ ആദരിക്കാനായിട്ടും NW പ്രസിഡന്റിനോട് തന്നെ അപേക്ഷിക്കുകയാണ്. ഇത് ആദരവല്ല കേട്ടോ, അനുമോദനമാണ്. എൻ്റെ വേർഡിങ് തെറ്റാണ്, അത് ക്ഷമിച്ചിരിക്കുക. അടുത്ത നമ്മുടെ ആസ്ഥാന സാഹിത്യം, നമ്മുടെ കലാപരിപാടിയുടെ 10 വർഷം കൊണ്ട് ആങ്കറിങ് ചെയ്യുന്ന ശ്രീലക്ഷ്മി. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. കാരണം അത് ഭയങ്കര ഇതാണ്, അവളോടൊന്നും പറയേണ്ട കാര്യമില്ല. ശ്രീലക്ഷ്മി അനുമോദിക്കാനായിട്ട് ഞാൻ വീണ്ടും പ്രസിഡന്റിനോട് അപേക്ഷിക്കുക. അടുത്ത മറ്റേ ആങ്കറിങ് സാംസ്കാരിക സമ്മേളനത്തിന് ആങ്കറിങ് ചെയ്ത് അഖില പിള്ളെ,
അശ്വതി പണിക്കർ രണ്ടുപേരുണ്ട്. അഖില പിള്ള നേരത്തെ ചെയ്തിട്ടുണ്ട്, അശ്വതി ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അവർ രണ്ടുപേരും മുന്നോട്ട് വരിക. അഖില പിള്ള എൻ്റെ മകളാണ്, അതോടെ ഒന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അതോടൊന്ന് ഇനി അവസാനമായിട്ട് അനുമോദിക്കാനുള്ളത് സതീഷിനെ അല്ല മനീഷ്, രണ്ടുപേരുണ്ട്. സതീഷിനുണ്ട്, മനീഷുണ്ട്. സതീഷ് നല്ല 2 സ്കിറ്റ് കഴിഞ്ഞ പ്രാവശ്യം നടത്തി. കാരണം എൻ്റെ സ്ഥാനം അടിച്ചെടുത്തത്. ഞാനാണെങ്കിൽ 8 വർഷം കൊണ്ട് സ്കിറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ. സതീഷ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നല്ലോണം എന്നെക്കാളും നല്ലോണം ചെയ്യുന്നുണ്ട്, സ്കിറ്റ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒത്തിരി നല്ലതായിരുന്നു. സതീഷിനെ അനുമോദിക്കാനായിട്ട് വീണ്ടും പ്രസിഡന്റിനോട് ഇത് ചെയ്യുക. ഫൈനൽ അനുമോദനം ഞാൻ തന്നെ കൊടുക്കുക. എൻ്റെ അനിയനാണ് മനീഷ്. മനീഷ് ഞാൻ തന്നെ കൊടുക്കാൻ കുഴപ്പമില്ല.